ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ +2 അക്കൗണ്ടൻസിയുടെ ചാപ്റ്റർ 1 അക്കൗണ്ടിങ് ഫോർ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഈ ചാപ്റ്റർ എല്ലാ രീതിയിലുള്ള ഡിസ്കഷൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടുള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതെല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് ഇനിയുള്ള വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ പാർട്ട് 11 ഇപ്പോൾ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ആ പാർട്ട് 11 നമ്മൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇല്ലസ്ട്രേഷൻ 9 വായിച്ചു നോക്കുക ക്വസ്റ്റ്യൻസ്. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് which relate to musical society, prepare receipt and payment accounts, income and expenditure account for the year ended 31st December 2012 and balance sheet as on that date. എന്നിട്ട് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്, ലയബിലിറ്റീസ് അതുപോലെ അസറ്റ്സ് ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മറ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള വിഭിന്നമായിട്ട് കാണുന്നത്, ഇതുവരെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തരാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ക്യാപിറ്റൽ ഫണ്ടൊക്കെ ഡാറ്റ നമുക്ക് തന്നതുകൊണ്ട് തന്നെ ഇനി പുതുതായിട്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യേണ്ട, ക്യാപിറ്റൽ ഫണ്ടുകളൊന്നും കണ്ടെത്തേണ്ടതില്ല എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് 3 ഐറ്റംസ് വേറെ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തന്നതിൻ്റെ ഉദ്ദേശം, ഒന്ന്, ക്യാപിറ്റൽ ഫണ്ട് എത്ര നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തത് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസുകൾ, അതൊക്കെ എന്താണ്, ബിഗിനിങ്ങിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസുകളാണ്. ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, അക്രൂഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. അക്രൂഡും ഔട്ട്സ്റ്റാൻഡിങ് തന്നെയാണ്. അപ്പോൾ ഇത്രയും ഡാറ്റകൾ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ്, ബിഗിനിങ്ങിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് എന്ന രീതിയിൽ നമുക്ക് എടുത്തുപയോഗിക്കാനുള്ളതാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ പിന്നെ എൻഡിലെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ അതിലെ അസറ്റ് അതുപോലെ ലയബിലിറ്റികളൊക്കെ എഴുതാനുള്ള ഒരു ബേസും കൂടെയാണ് ഈ ഒരു ബാലൻസ് ഷീറ്റ്. അതായത് ഇതിലുള്ള പിന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റി, അതുപോലെ ലൈബ്രറി ബുക്ക്, ഫർണിച്ചർ, ക്യാപിറ്റൽ ഫണ്ട്, ഇത്തരം ഐറ്റംസുകളൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ക്ലോസ് ചെയ്തപ്പോൾ ഇത്തരം അസറ്റുകളും ലയബിലിറ്റികളും ഉണ്ടെങ്കിൽ ആ അസറ്റുകൾ അവിടെ ബിസിനസ്സിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് ഇനി എന്തെങ്കിലും അഡീഷൻസോ ഡിസ്പോസലോ ഡിപ്രീസിയേഷൻസോ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോബ്ലം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന് പല ലക്ഷ്യങ്ങളുണ്ട്. അതുപോലെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുമ്പോൾ, ക്യാഷ് ഇൻ ഹാൻഡ് എന്താണ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതാനുള്ള എമൗണ്ട് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ തന്ന ബാലൻസ് ഷീറ്റ് എന്താണ്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ അടുത്ത പാർട്ടിലേക്ക് കിടക്കാം. ദ ട്രാൻസാക്ഷൻ ഫോർ ദ ഇയർ വേർ എന്താണ്, റെസിപ്റ്റുകളുടെ ട്രാൻസാക്ഷൻസ് ആണ് ഫസ്റ്റ് പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, പ്രൊസീഡ്സ് റിസീവ്ഡ് ഫ്രം എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ലെക്ചേഴ്സ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ഉണ്ട്, എൻട്രൻസ് ഫീ റിസീവ്ഡ് ഉണ്ട്, അതുപോലെ സെയിൽസ് പ്രൊസീഡ്സ് എന്താണ് 75 രൂപ ഉണ്ട് ചെയർ വിറ്റിട്ട്. ആ ചെയറിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. ഇതെന്നൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ബുക്ക് വാല്യൂ അതായത് നമ്മുടെ ബുക്കിൽ നമ്മൾ എഴുതി വെച്ച അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലുള്ള വാല്യൂ 100 ആണ്, അത് നമുക്ക് വിൽക്കാൻ കഴിഞ്ഞത് 75 രൂപക്കാണ്. അപ്പോൾ അവിടെ ഒരു ലോസ് ഫ്രം സെയിൽ ഓഫ് ഓൾഡ് ചെയർ എന്ന് പറഞ്ഞിട്ട് ഒരു 25 രൂപ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് ചെയ്യാനുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടെ പറയാം, ജസ്റ്റ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി പേയ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഈ റെസിപ്റ്റിൻ്റെ ഡീറ്റെയിൽ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റെൻറ്റിൻ്റെ ഡീറ്റെയിൽ, പിന്നെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്, റെൻറ്റ്, പ്രിൻറ്റിങ്, അഡ്വർടൈസിങ്, സൺട്രീസ്, ഗവൺമെൻറ് സെക്യൂരിറ്റി, ഫർണിച്ചർ, ലൈബ്രറി ബുക്സ്, കോസ്റ്റ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്, ഇത്രയും പേയ്മെൻറ്റ് ഡീറ്റെയിലും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള എല്ലാ ഡീറ്റെയിലും നമ്മുടെ കയ്യിലായി. ഇനിയുള്ളത് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിനെ പറ്റിയിട്ടുള്ളതാണ്. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ആസ് ഓൺ 31st December 2012 എത്ര രൂപ ഉണ്ട്,
നമ്മുടെ അടുത്തുള്ള രൂപ എന്ന് പറയുന്നത് എന്തൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്, പ്രിൻറ്റിങ് എക്സ്പെൻസ് ആണ്, റെൻറ്റും എക്സ്പെൻസ് ആണ്, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി നമുക്ക് കിട്ടാനുള്ളതാണ്, അത് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, സബ്സ്ക്രിപ്ഷനും നമുക്ക് കിട്ടാനുള്ളതാണ്, ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഇത്രയും ഡാറ്റ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട്. ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നമുക്ക് നമ്മോട് പറഞ്ഞിട്ടുള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള. ഫസ്റ്റ് നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ആ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡാറ്റ എടുക്കാം. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഉള്ളത്. ഈ ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതി റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഓരോ ഐറ്റം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കൃത്യമായിട്ട് എഴുതി വെക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഡാറ്റയിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റും. എന്താണ് നമ്മുടെ ഡാറ്റ? ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എടുക്കേണ്ടത് ക്യാഷ് ഇൻ ഹാൻഡ് ഡാറ്റയാണ് എടുക്കേണ്ടത്. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് നമ്മുടെ കയ്യിലുണ്ട്. ആ ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് എഴുതുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്യാഷ് ഇൻ ഹാൻഡ് ഭാഗത്ത് എന്ത് ചെയ്യുക, എഴുതുക. അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെസിപ്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യനിൽ താഴെ തന്നിട്ടുണ്ട്, പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ സെപ്പറേറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം റെസിപ്റ്റ് ഡാറ്റകളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എടുത്തു വെക്കുക. റെസിപ്റ്റിൻ്റെ ഡീറ്റെയിൽ തന്നത് നോക്കാം, എന്തൊക്കെ ഡാറ്റ തന്നിട്ടുണ്ട്. ട്രാൻസാക്ഷൻസ്, സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. ഇത് എന്ത് ചെയ്യുക, സബ്സ്ക്രിപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മളിവിടെ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ഇനി അടുത്ത ഐറ്റം എന്താണ്? പ്രൊസീഡ്സ് റിസീവ്ഡ് ഫ്രം എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ലെക്ചേഴ്സ് ആണ്. ഈ ഡാറ്റ നമ്മൾ എടുക്കുക, നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് സൈഡിൽ എഴുതുക. ഇനി അടുത്ത ഡാറ്റ എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി നമ്മൾ എടുക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതേ സൈഡിൽ റെസിപ്റ്റ് സൈഡിൽ കൊണ്ടുപോയി എഴുതുക. ഇത് കൃത്യമായിട്ട് എടുക്കുക, എഴുതുക എന്നുള്ള മാത്രം രീതിയുള്ളൂ, വേറെ എക്സ്ട്രാ റിസ്ക് ആയിട്ടുള്ള ഒന്നുമില്ല. എൻട്രൻസ് ഫീ റെസീവ്ഡ് ഉണ്ട്, അതും കൃത്യമായിട്ട് നമ്മൾ റെസിപ്റ്റ് സൈഡിൽ എഴുതുക. ഇനി സെയിൽസ് റെസീവ്ഡ്സ് ഓഫ് പ്രൊസീഡ്സ് ഓഫ് ഓൾഡ് ചെയേഴ്സ് ആണ്. ഓൾഡ് ചെയർ വിറ്റിട്ട് നമുക്ക് എത്ര കിട്ടിയത്? 75 രൂപ. നമുക്ക് ക്യാഷ് കിട്ടിയതേ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ എഴുതുന്നുള്ളൂ. അപ്പോൾ 75 രൂപ എഴുതി. ലോസൊക്കെ ഉള്ളത് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലാണ് റെക്കോർഡ് ചെയ്യുക. അത് നമുക്ക് സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യുക. സെയിൽസ് പ്രൊസീഡിൻ്റെ ഡാറ്റ നമ്മൾ എന്ത് ചെയ്തു? 75 രൂപ എന്ന് എഴുതി. ഇതോടുകൂടെ റെസിപ്റ്റ് സൈഡിലുള്ള എല്ലാ ഡാറ്റകളും നമ്മൾ എന്ത് ചെയ്തു? എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് എന്താണ്? പേയ്മെൻറ്റ് സൈഡിൽ എന്തൊക്കെ ഡാറ്റകളാണോ എഴുതാനുള്ളത് അത് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഡാറ്റ ഉണ്ട്. റെൻറ്റ് 600 രൂപ ഉണ്ട്. അപ്പോൾ റെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സൈഡിൽ കൃത്യമായിട്ട് പേയ്മെൻറ്റ് സൈഡിൽ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് എന്താണ്? പ്രിൻറ്റിംഗ് ആണ്. പ്രിൻറ്റിങ്ങും ഇതുപോലെ 150 രൂപ കൃത്യമായിട്ട് തന്നെ അത് റെക്കോർഡ് ചെയ്യേണ്ട സ്ഥലത്ത് റെക്കോർഡ് ചെയ്യുക, പേയ്മെൻറ്റ് സൈഡിലാണ്. അഡ്വർടൈസിങ് ഉണ്ട്. അഡ്വർടൈസിങ്ങും നമ്മൾ എടുത്തു, നമ്മൾ എന്ത് ചെയ്തു? പേയ്മെൻറ്റ് സൈഡിൽ കൊണ്ടുപോയി എഴുതി വെച്ചു. ഇനി നമുക്ക് എടുക്കാനുള്ളത് സൺട്രീസ് ആണ്. സൺട്രീസും നമ്മളത് അതുപോലെ തന്നെ എടുത്തു, നമ്മൾ എന്ത് ചെയ്തു? അത് പേയ്മെൻറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തു. ഇനിയുള്ളത് ഗവൺമെൻറ് സെക്യൂരിറ്റി ആണ്. ഗവൺമെൻറ് സെക്യൂരിറ്റി നമ്മൾ എടുക്കുകയാണ്, അതേപോലെ തന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റി നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി എടുക്കാനുള്ളത് ഫർണിച്ചറാണ്. ഫർണിച്ചർ 400 രൂപ ഉണ്ട്. ഫർണിച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ സംഭവത്തിൽ ക്യാപിറ്റൽ നേച്ചറായിട്ടുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിലും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ഫർണിച്ചർ വാങ്ങിയതാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഫർണിച്ചർ റെക്കോർഡ് ചെയ്തു. ഇനിയുള്ള ലൈബ്രറി ബുക്കാണ്. ക്യാപിറ്റൽ നേച്ചറായിട്ടുള്ള പേയ്മെൻ്റ് ആണ്, എങ്കിലും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ ബോത്ത് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ നേച്ചർ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് എന്ന് നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫീച്ചറായിട്ട് പഠിച്ചത് കൊണ്ട് തന്നെ നമ്മളത് റെക്കോർഡ് ചെയ്തു. പിന്നെ കോസ്റ്റ് ഓഫ് എൻ്റർടൈൻമെൻ്റ് ആണ്. എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയത് 750 രൂപ ഉണ്ട്. ഇതും നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ മൊത്തം എന്ന് എടുത്തു നോക്കുമ്പോൾ എന്ത് ചെയ്തു? എല്ലാ ഡാറ്റകളും നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡും കറക്റ്റായിട്ട് ടോട്ടൽ ചെയ്ത് നോക്കുക. ടോട്ടൽ ചെയ്യുമ്പം എമൗണ്ട് ആദ്യം ഡെബിറ്റ് സൈഡ് നമുക്ക് ടോട്ടൽ ചെയ്യുക. ഡെബിറ്റ് സൈഡാണ് എപ്പോഴും റെസിപ്റ്റ് ഉണ്ടാവുക. ഉള്ളതല്ലേ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഉള്ള എമൗണ്ട്. അതുകൊണ്ട് റെസിപ്റ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 8050 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് സൈഡ് ഇതുപോലെ ടോട്ടൽ ചെയ്ത് നോക്കുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? അതെപ്പോഴും ഈ കുറവാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? റെസിപ്റ്റിലുള്ള അതേ എമൗണ്ട് ഇപ്പുറത്ത് എഴുതി. ഇനി ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാലൻസ് 8050 നിന്ന് 600, 150, 200, 55, 2500, 400, 300, 750 ഇതെല്ലാം കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് കിട്ടുന്നതാണ് 3000
രൂപ. ഈ 3095 രൂപ നമ്മൾ എന്ത് ചെയ്തു, ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചു. ഈ ക്യാഷ് ഇൻ ഹാൻഡ് ശ്രദ്ധിക്കുക, ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഈ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ ഡീറ്റെയിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ്, എടുക്കാനുള്ളതാണ്. അങ്ങനെ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് കൃത്യമായിട്ട് വിജയകരമായിട്ട് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാം. എക്സ്പെൻഡിച്ചർ ഡെബിറ്റ് സൈഡിലും ഇൻകം ക്രെഡിറ്റ് സൈഡിലും. ഇത് നമ്മൾ കൃത്യമായിട്ട് ഇതിന്ന് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. എവിടുന്നാണ് നമ്മൾ എടുക്കുക ഡാറ്റ? നമ്മൾ ഓൾറെഡി റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ ആ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആധാരമാക്കിയിട്ട് അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എടുക്കുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ശ്രദ്ധിക്കണം, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഓപ്പണിംഗ് ഡാറ്റകളായിട്ടുള്ള എല്ലാ ഡാറ്റയും നമുക്ക് എവിടെ നിന്ന് കിട്ടും, ബാലൻസ് ഷീറ്റിൽ നിന്ന് കിട്ടും. ക്ലോസിംഗ് ഡാറ്റകളൊക്കെ എവിടെ നിന്ന് കിട്ടും, അതായത് എൻഡിലുള്ള ഡാറ്റ എവിടെ നിന്ന് കിട്ടും, അതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ പോയിട്ട് ഫസ്റ്റ് നമുക്ക് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതണമെങ്കിൽ പേയ്മെൻറ്റ് സൈഡിലുള്ള ഡാറ്റയാണ് എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ റെൻറ്റ് എടുത്തു. റെൻറ്റ് 600 രൂപ ഉണ്ട്. ഈ റെൻറ്റിന് അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തൊക്കെയുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. റെൻറ്റിന് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. റെൻറ്റിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റെൻറ്റ് 100 രൂപ എന്തുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണ്, എൻഡിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയി തന്നിട്ടുള്ളത് ബിഗിനിങ്ങിലുള്ളത് ബാലൻസ് ഷീറ്റിൽ നിന്ന് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിലും കൂടി പോയി നോക്കുക. ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ബാലൻസ് ഷീറ്റിൽ എമൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ 2 ഡാറ്റ എടുക്കുക. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡും ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ബിഗിനിങ്ങും നമ്മൾ ലെസ് ചെയ്യാനുള്ളത് ലെസ്സും ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ 3 ഡാറ്റയും നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് എഴുതി വെക്കേണ്ടടുത്ത് എന്ത് ചെയ്യുക, എഴുതി വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ റെൻറ്റിൽ നിന്ന് എടുത്തു 600 രൂപ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് എടുത്തു. ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നിന്ന് എടുത്തു. അതുപോലെ ലെസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ബിഗിനിങ് നമ്മൾ എവിടെ നിന്ന് എടുത്തു, നമ്മൾ എടുത്തത് ബാലൻസ് ഷീറ്റിൽ നിന്നാണ്. ഇത്തരം ഡാറ്റകളെല്ലാം എടുത്തിട്ട് നമ്മൾ റെൻറ്റിൻ്റെ ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കൃത്യമായി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഡാറ്റകൾ എടുത്തതിന് ശേഷം ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണ്, പ്രിൻറ്റിംഗ് ആണ്. പ്രിൻറ്റിങ്ങിൻ്റെ ഡാറ്റ, പ്രിൻറ്റിങ്ങിനും നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ, അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. പ്രിൻറ്റിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എന്താണ്, പ്രിൻറ്റിങ് ഔട്ട്സ്റ്റാൻഡിങ് 75 രൂപ ഉണ്ട് എന്നാണ് പറയണത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതും അതേപോലെ റെക്കോർഡ് ചെയ്യുക. ഇതിന് നമുക്ക് ഓപ്പണിംഗ് ഡാറ്റകൾ ഉണ്ടോ നോക്കുക. ഡാറ്റകളൊന്നും ക്വസ്റ്റ്യനിൽ പറയണില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പണിംഗ് എന്തില്ല, അല്ലെങ്കിൽ ബിഗിനിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിനെ പറ്റി ഒന്നും പറയണില്ല. അതുകൊണ്ട് നമ്മൾ അത് മാത്രം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക. 150 രൂപ പേയ്മെൻറ്റ് സൈഡിൽ നിന്ന് എടുത്തു, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് എടുത്തു. അങ്ങനെ മൊത്തം ടോട്ടൽ എന്ത് ചെയ്തു, ആഡ് ചെയ്തിട്ട് 225 രൂപ എഴുതി. ഇനി അടുത്ത ഡാറ്റ എന്താണ് നമുക്ക് വേണ്ടത്, അടുത്തത് അഡ്വർടൈസിങ് ആണ്. അഡ്വർടൈസിങ് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് അത് കറക്റ്റ് അതേപോലെ തന്നെ എഴുതി വെക്കുക പേയ്മെൻറ്റ് സൈഡിലുള്ളത്. പിന്നെ സൺട്രീസ് ആണ്, അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല, നമ്മൾ റെക്കോർഡ് ചെയ്യൂല. പിന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റി ആണ്. ഗവൺമെൻറ് സെക്യൂരിറ്റി എന്ന് പറയുമ്പം നമുക്കത് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ ആണ്, ക്യാപിറ്റൽ നേച്ചർ ട്രാൻസാക്ഷൻ ആണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. ഇതിൻ്റെ പേയ്മെൻറ്റ് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. ഇൻട്രസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ ഇൻട്രസ്റ്റ് റെസീവ് ചെയ്യുമ്പോഴും ഇൻട്രസ്റ്റ് അക്രൂ ചെയ്യുമ്പോൾ മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. പിന്നെ ഫർണിച്ചറാണ്. ഫർണിച്ചറിൻ്റെ കേസും ഇത് തന്നെയാണ്. ഫർണിച്ചർ എന്താണ്, നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, അതുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുക. ഇനിയിപ്പോൾ ലൈബ്രറി ബുക്കിനായിട്ട് പ്രത്യേകം അത് പറയേണ്ടതില്ല, അതും എന്താണ്, അസറ്റാണ്. അപ്പോൾ ആ രീതിയിൽ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുക. ഇപ്പോൾ എടുക്കാത്ത ഏതൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് സ്പെസിഫിക്കലി നോട്ട് ചെയ്ത് വെക്കുക. ഇത് ബാലൻസ് ഷീറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് എഴുതി എടുക്കാൻ ഉപകാരപ്പെടും. ഇനി കോസ്റ്റ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്. കോസ്റ്റ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് നമുക്ക് എക്സ്പെൻഡിച്ചർ തന്നെയാണ്, അത് നമ്മൾ എന്ത് ചെയ്തു, എഴുതി വെച്ചു. ഇത്രയും ഡാറ്റ. ഇനി ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് റെസീപ്റ്റ് സൈഡിലുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇങ്കാണോ, അല്ലല്ലോ, അത് നമ്മുടെ അടുത്തുള്ള ഒരു ബാലൻസിൻ്റെ അവസ്ഥയാണ്. അത് നമ്മളിവിടെ എടുക്കുന്നില്ല. ഈ ബാലൻസ് നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ വെച്ചു. ഇനി അടുത്ത സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. സബ്സ്ക്രിപ്ഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. സാധാരണ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മെയിൻ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്ത്, സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ എപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് അറ്റ് ദ എൻഡ് ഉള്ള എമൗണ്ടും ഉണ്ട്. ബിഗിനിങ്ങിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ നോക്കുക. ബിഗിനിങ്ങിലും എന്ത് പറഞ്ഞിട്ടുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞിട്ടുണ്ട്. ഇത് കിട്ടാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ അത് അസറ്റ് സൈഡിലുള്ളത്. അപ്പോൾ ഇത് മൂന്നും നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇതോടുകൂടെ സബ്സ്ക്രിപ്ഷൻ്റെ അത് നമ്മൾ എന്ത് ചെയ്തു, എൻഡിലുള്ള ഡാറ്റ എഴുതി, ബിഗിനിങ്ങിലുള്ള ഡാറ്റ എഴുതി, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് എടുത്തതും എഴുതി. ഇങ്ങനെ നമ്മളത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട എന്താണ്,
പ്രൊസീഡ്സ് ഫ്രം എൻ്റർടൈൻമെൻ്റ് ആണ്. എൻ്റർടൈൻമെൻറ്റിലൂടെ നമ്മൾക്ക് നേടിയെടുത്ത അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ലാഭം എന്താണ്? അത് 1000 രൂപയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ 1000 രൂപ നമ്മൾ എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ? അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. നോക്കാം നമുക്ക് എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളത് എന്നുള്ളത്. എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഉണ്ട്, അതായത് അക്രൂഡ് ഇൻട്രസ്റ്റ് ഉണ്ട് 150 രൂപ. അത് എൻഡിലുള്ളതാണ്, കിട്ടാനുള്ളതാണ്. അതേപോലെ നമുക്ക് ബാലൻസ് ഷീറ്റിലും പറയുന്നുണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അത് ബിഗിനിങ്ങിൽ നമുക്ക് കിട്ടാനുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ആഡും ലെസ്സും ചെയ്തിട്ട് ആ ഫിഗർ നമ്മൾ എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്തു വെച്ച് കഴിഞ്ഞു. ബാലൻസ് ഷീറ്റ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലുള്ള 475 രൂപ, അക്രൂഡ് അറ്റ് എൻഡുള്ള 150 രൂപ, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലുള്ള 125 രൂപ. ഇത്രയും ഡാറ്റകൾ നമ്മൾ എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്തു. ഇനി നമുക്ക് എൻട്രൻസ് ഫീ ഉണ്ട്. എൻട്രൻസ് ഫീക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻട്രൻസ് ഫീ അതുപോലെ തന്നെ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്ത് വെക്കുക. സെയിൽ ഓഫ് ഓൾഡ് ചെയർ ഉണ്ട്. ഓൾഡ് ചെയർ 75 രൂപക്കാണ് വിറ്റത്. പക്ഷെ അത് പ്രോഫിറ്റോ ലോസോ ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടേക്ക് എടുക്കുക. ഇത് ചെയർ എന്ന് പറയുന്നത് അസറ്റായിട്ടാണ് നമ്മൾ പരിഗണിച്ച്, അതുകൊണ്ട് അതിൻ്റെ പ്രോഫിറ്റോ ലോസോ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുള്ളൂ. അതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുക്ക് വാല്യൂ, നമ്മുടെ അടുത്തുള്ള ബാലൻസ് ഷീറ്റിലുള്ള ഫർണിച്ചറിലുള്ള വാല്യൂ, ചെയർ എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്തുള്ള വാല്യൂ അതുണ്ടായിരുന്നത് 100 രൂപയായിരുന്നു. 100 രൂപ ബുക്ക് വാല്യൂ ഉള്ള സാധനം നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റു? 75 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ 25 രൂപ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ നമ്മൾ ലോസ് ഓൺ സെയിൽ ഓഫ് ഓൾഡ് ചെയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡിലാണ് എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. ഇത് ഞാൻ 150 രൂപക്കാണ് വിറ്റിരുന്നെങ്കിലോ അപ്പോൾ എനിക്ക് 50 രൂപ ലാഭം. അപ്പോൾ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഓൾഡ് ഷെയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര റെക്കോർഡ് ചെയ്യും? 100 മൈനസ് 150, അതായത് 150 രൂപ നമുക്ക് കിട്ടി, 100 രൂപ നമുക്ക് പോയി. അങ്ങനെ 100 രൂപേൻ്റെ ബുക്ക് വാല്യൂ ഉള്ളതാണ്. 50 രൂപ ഞാൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻകം സൈഡിൽ എഴുതും. ഇത് നമുക്ക് എന്താണ്? നഷ്ടമായതുകൊണ്ട് ഞാൻ ഏത് സൈഡിലാണ് എഴുതുക? എക്സ്പെൻഡിച്ചർ സൈഡിലാണ് റെക്കോർഡ് ചെയ്യുക. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ആ എമൗണ്ട് ലോസ് ഓൺ സെയിൽ ഓഫ് ഓൾഡ് ചെയർ എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഞാൻ 100 രൂപയുടെ സാധനം 75 രൂപക്ക് വിറ്റതാണ് നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം. അതുകൊണ്ടാണ് നമുക്ക് നഷ്ടം. ഇനി ഇത് നമ്മൾ ഏറെ 100 രൂപയിലും കൂടുതൽ രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ പ്രോഫിറ്റാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇൻകം സൈഡിലാണ് ഇത്. ഇങ്ങനെ കൃത്യമായിട്ട് നമ്മളെല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ടോട്ടൽ ചെയ്ത് നോക്കാം. 2 ഭാഗം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്താണോ ആ എമൗണ്ട് നമുക്ക് സർപ്ലസോ രീതിയിൽ വരും. അങ്ങനെ ടോട്ടൽ ചെയ്യുമ്പം നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ, ഇൻകം സൈഡിൽ 4925 രൂപ ഉണ്ട്. എന്നാൽ ഡെബിറ്റ് സൈഡിൽ അത്ര എമൗണ്ട് എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പുറത്തും നമ്മൾ 4925 രൂപ എഴുതി. ബാക്കി എത്ര രൂപ ഉണ്ട് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അത് ആ ബാക്കി രൂപേനെ നമ്മൾ സർപ്ലസ് എന്ന് വിളിക്കും. ആ എമൗണ്ട് നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. ഈ സർപ്ലസ് നമുക്ക് ആവശ്യമുണ്ട്, എടുക്കാമെന്നറിയോ? ആ ക്യാപിറ്റൽ ഫണ്ടിന് കൂടെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യാൻ നമുക്ക് ആവശ്യമുണ്ട്. അതോടെ സൂക്ഷിച്ചു വെച്ചോളൂ. നമ്മളിപ്പോൾ കഴിഞ്ഞ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പിന്നെ ബാലൻസിന് നമുക്ക് സൂക്ഷിച്ചു വെക്കാനുണ്ട്. സർപ്ലസും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? കൃത്യമായിട്ട് രേഖപ്പെടുത്താനുണ്ട്. മറന്നു പോകരുത്. അതോടുകൂടി നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യും? തെറ്റിപ്പോവും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തു. ഇനി നമുക്കൊന്നുമില്ല, നമ്മുടെ ബാലൻസ് ഷീറ്റോട് കൂടി നമ്മൾ എന്ത് ചെയ്യും? പരിപാടിയൊക്കെ അവസാനിപ്പിക്കും. അതോട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇനി ബാലൻസ് ഷീറ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞാണെന്ത്? ബാലൻസ് ഷീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻപത്തെ ബാലൻസ് ഷീറ്റ് എടുക്കുക. അത് വെച്ച് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൈകാര്യം ചെയ്യാൻ പറ്റും. കാരണം മുമ്പുള്ള അസറ്റിൻ്റെ ഒക്കെ രീതിയിൽ തന്നെയാണ് എന്തുണ്ടാവുക? ഇപ്പോഴും ഉണ്ടാവുക. ചെറിയ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് മുന്നത്തെ എന്ത് ചെയ്യുക? ആ ബാലൻസ് ഷീറ്റിൻ്റെ ഡാറ്റകളൊക്കെ ഒന്ന് എടുത്തു നോക്കാം. ആ ബാലൻസ് ഷീറ്റിൻ്റെ ഡാറ്റ ക്യാഷ് ഇൻ ഹാൻഡ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെ ഓപ്പണിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അത് നമ്മൾ റെസിപ്റ്റ് സൈഡിൽ എടുത്ത്. പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലാക്കുക, ക്യാഷ് ഇൻ ഹാൻഡ് എഴുതാനുണ്ടെന്ന് മനസ്സിലാക്കി. അത് ഏത് ക്യാഷ് ഇൻ ഹാൻഡാണ് എഴുതാനുള്ളത്? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്യാഷ് ഇൻ ഹാൻഡ്. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ ലാസ്റ്റ് ക്ലോസിംഗ് ഫിഗർ ഇട്ട് ആ 3095 രൂപ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതും. ഇനിയും നമ്മൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ പോയി നോക്കുക. ബാലൻസ് ഷീറ്റിൽ പോകുമ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റി ഉണ്ട്. ഈ ഗവൺമെൻറ് സെക്യൂരിറ്റി 10000 രൂപ ഉണ്ട്. ഇതേ ടൈമിൽ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റിനെ പറ്റി പറഞ്ഞിരുന്നു. അത് ക്യാപിറ്റൽ നേച്ചറാന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനർത്ഥം എന്താ? പുതിയതായിട്ട് റെസിപ്റ്റ് ആൻഡ് ഗവൺമെൻറ് സെക്യൂരിറ്റി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റി 2500 നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ കൊണ്ടുവരണം. ഓപ്പണിംഗ് ബാലൻസും കൊണ്ടുവരണം, പുതുതായിട്ട് വാങ്ങിയതും എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അങ്ങനെ ഗവൺമെൻറ് സെക്യൂരിറ്റി ഈ വർഷം നമ്മൾ എടുത്തിട്ടുണ്ട് 12500 ഉണ്ട്. കഴിഞ്ഞ വർഷം ഓപ്പണിങ്ങിലുള്ള 10000
രൂപ അഡീഷൻ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയത് 2500 രൂപ 12500 അതും നമ്മൾ എന്ത് ചെയ്തു കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റിൽ പഴയ ബാലൻസ് ഷീറ്റിൽ ഒന്നും കൂടെ പോയി നോക്കുക. അപ്പോൾ അവിടെ ഉള്ള കുറച്ച് ഡാറ്റകളുണ്ട്. അക്രൂഡ് ഡാറ്റ, ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്, ഇത്തരം ഔട്ട്സ്റ്റാൻഡിങ്ങുമായി ബന്ധപ്പെട്ടതുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ഈ എൻഡിലുള്ള ഔട്ട്സ്റ്റാൻഡിങ്, ഈ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എടുക്കൂല, പക്ഷേ എൻഡിൽ എന്തൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് ഡാറ്റകളുണ്ടോ അതെല്ലാം നമുക്ക് എടുക്കണ്ടേ. അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒന്ന് പോയി നോക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തൊക്കെയാണ് ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻറ്റിംഗ് ഉണ്ട്, റെൻറ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ഉണ്ട്, എക്സ്പ്രഷൻ ഉണ്ട്. ഇതിൽ എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെ നമുക്ക് ലയബിലിറ്റിയാണ്, അതായത് പ്രിൻറ്റിങ്ങും റെൻറ്റും. അതേ ടൈമിൽ ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെ നമുക്ക് എന്താണ് അസറ്റുമാണ്, കിട്ടാനുള്ളതല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അത് റെക്കോർഡ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, റെൻറ്റ്, പ്രിൻറ്റിങ് രണ്ടും നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തു, ലയബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്തു. ഇനി നമുക്ക് എന്താണ് അക്രൂഡ് ഇൻട്രസ്റ്റും അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനും അത് നമുക്ക് എന്താണ് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അസറ്റാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു വെച്ച് കഴിഞ്ഞു. ഇനി നമ്മുടെ പഴയ ബാലൻസ് ഷീറ്റിൽ തന്നെ പോയി നോക്കുക. അവിടെ ഇനി എന്താ ബാക്കിയുള്ളത് എന്നുള്ളത്. ലൈബ്രറി ബുക്ക് ഉണ്ട്. ലൈബ്രറി ബുക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എന്തോ സംഭവം ഉണ്ടായിരുന്നു. എന്താണ്, ലൈബ്രറി ബുക്ക് 300 രൂപയ്ക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ട് എന്ന്. അപ്പോൾ എന്താണ്, പഴയ ലൈബ്രറി ബുക്ക് 1500 രൂപേൻ്റെ ഉണ്ട്. ഈ വർഷം കുറച്ച് നമ്മൾ എന്ത് ചെയ്തു, പുതുതായിട്ട് വാങ്ങിയിട്ടുണ്ട്. ആ വാങ്ങിയ എമൗണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് രണ്ട് എമൗണ്ടും കൂടെ തമ്മിൽ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റിൽ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. അങ്ങനെ നമ്മൾ ലൈബ്രറി ബുക്ക് 300 രൂപ ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റിൽ രണ്ടും കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്ത് 1800 രൂപ എന്ന് എഴുതി. ഇനി നമ്മൾ അടുത്തത് എന്താ ഉള്ളത്, ഇനി നമ്മൾ അടുത്ത ഫർണിച്ചറാണ്. ഫർണിച്ചറിന് എന്തൊക്കെ സംഭവിച്ചോ എന്ന് ആലോചിച്ച് നോക്ക്. ഫർണിച്ചർ പുതുതായിട്ട് വാങ്ങിയിട്ടുണ്ട്, ഫർണിച്ചർ നമ്മൾ എന്ത് ചെയ്തിട്ട് വിറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫർണിച്ചർ കഴിഞ്ഞ വർഷം 1475 രൂപേൻ്റെ ഫർണിച്ചർ ഉണ്ട്. ഈ ഫർണിച്ചറിൽ അന്ന് ബുക്ക് വാല്യൂ ആയിട്ടുള്ള 100 രൂപേൻ്റെ സാധനം നമ്മൾ വിറ്റിട്ടുണ്ട്. എത്ര രൂപക്കാണ് വിറ്റത്, 75 രൂപക്കാണ് വിറ്റത്. അതുപോലെ നമ്മൾ ഫർണിച്ചർ പുതുതായിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്നറിയോ, നമ്മൾ ബുക്ക് വാല്യൂ കഴിഞ്ഞ വർഷം നമ്മുടെ അടുത്ത് ബുക്കിലെ വാല്യൂ 100 രൂപേൻ്റെ ഫർണിച്ചറാണ്, അത് ഞാൻ 75 രൂപയ്ക്കാണ് വിറ്റത്. അപ്പം ഞാൻ 1475 എന്നുള്ള കഴിഞ്ഞ വർഷം ഓപ്പണിങ്ങിലുള്ള വാല്യൂന്ന് 100 രൂപയാണോ കുറക്കേണ്ടത്, ഞാൻ വിറ്റത് കുറക്കണമല്ലോ എന്തായാലും, 100 രൂപയാണോ കുറക്കേണ്ടത് 75 രൂപയാണോ കുറക്കേണ്ടത്, ആ ഒരു ഡൗട്ട് എത്ര രൂപ നിങ്ങൾക്ക് പറയാൻ അറിയാം. ആലോചിച്ച് നോക്കുക. നമ്മുടെ അടുത്ത് കഴിഞ്ഞ വർഷം 1475 രൂപേൻ്റെ ഫർണിച്ചർ ഉണ്ടായിരുന്നു. അതിൽ 100 രൂപ ബുക്കിലുള്ള 100 രൂപ വാല്യൂ ഉള്ള സാധനം നമ്മൾ വിറ്റത്. എത്ര രൂപയ്ക്ക് വിറ്റു, 75 രൂപയ്ക്ക് വിറ്റു. നമുക്ക് എന്ത് കിട്ടി എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ 1475 ആ പോയ ഫർണിച്ചറിന് നമ്മൾ എത്ര വാല്യൂ ഇട്ടത്, 100 രൂപ വാല്യൂ ഇട്ടത്. അപ്പോൾ ആ 100 തന്നെ നമ്മൾ കുറക്കണം, 75 എന്ത് ചെയ്താൽ പോരാ, കുറച്ചാൽ പോരാ എന്നുള്ളതാണ്. ഓക്കെ, അത് ശരിക്കും ശ്രദ്ധിക്കുക. ബുക്ക് വാല്യൂ ആണ് അസറ്റ് എന്ന് എന്ത് ചെയ്യേണ്ടത്, കുറയ്ക്കേണ്ടത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു. ഇനി നമുക്ക് ഫർണിച്ചറിൻ്റെ ബാക്കി ഡാറ്റ എന്തൊക്കെയാണ്. ഫർണിച്ചർ 400 രൂപ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 75 രൂപ പറഞ്ഞിട്ടുണ്ട്. ഈ 75 രൂപ നമ്മൾ എടുക്കുക വേണ്ട, അതെന്താണ്, നമുക്ക് കിട്ടിയ പൈസയാണ്. പക്ഷേ നമ്മുടെ ബുക്ക് എത്ര പോയിട്ടുണ്ട്, ബുക്ക് വാല്യൂന്ന് എത്ര പോയിട്ടുണ്ട്, 100 തന്നെ പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 100 എന്ത് ചെയ്യുക, പരിഗണിക്കുക. ഈ 100 രൂപ നമ്മൾ പരിഗണിച്ചിട്ട് നമ്മൾ അതെങ്ങനെ റെക്കോർഡ് ചെയ്യും. 1475 രൂപ ഓപ്പണിംഗ് ബാലൻസിലുള്ളത്, 400 രൂപ പുതുതായിട്ട് വാങ്ങിയത്, 100 രൂപ നമ്മൾ എന്ത് ചെയ്തു, വിറ്റ് പോയത്. 100 രൂപേൻ്റെ സാധനം 75 രൂപയ്ക്ക് വിറ്റു. പക്ഷേ 100 രൂപ റെക്കോർഡ് ചെയ്യണം. കാരണം എന്താ, മുമ്പത്തെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ 1475 എങ്ങനെ റെക്കോർഡ് ചെയ്തത്, 100 രൂപ ആയിട്ടാണ് അതിനെ പരിഗണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 100 തന്നെ എന്ത് ചെയ്യണം, കുറക്കണം. ഓക്കെ, അങ്ങനെ 1775 രൂപ റെക്കോർഡ് ചെയ്തു. ഇനി ഇതോടുകൂടി ഇനിയിപ്പോൾ എന്താ ഉള്ളത്, ഇങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ്, പഴയ ബാലൻസ് ഷീറ്റിൽ ഒന്നും കൂടെ പോയി നോക്കുക. പഴയ ബാലൻസ് ഷീറ്റിൽ ഇനി എടുക്കാനുള്ളത് എന്താണ്, പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റൊക്കെ എടുത്തു. ഇനി ക്യാപിറ്റൽ ഫണ്ടാണ് എന്ത് ചെയ്യാനുള്ളത്, എടുക്കാനുള്ളത്. ക്യാപിറ്റൽ ഫണ്ട് 16,000 രൂപ അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മളെ സർപ്ലസ് എമൗണ്ടും ഉണ്ട്. ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുമ്പോൾ അപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ടതാണ് സർപ്ലസ്. ഈ സർപ്ലസ് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ എടുക്കുക. സർപ്ലസ് എടുത്തു, ഈ ക്യാപിറ്റൽ ഫണ്ടിനൊക്കെ എന്ത് ചെയ്തു, ആ സർപ്ലസ് ആഡ് ചെയ്തോളൂ. ഇനി നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അസറ്റ് സൈഡ് 19,645 രൂപ ഉണ്ട്. എന്നാൽ അതേ സമയം നമ്മുടെ ലയബിലിറ്റി സൈഡിൽ എത്ര രൂപ ഉണ്ട് നമ്മൾ നോക്കുക. കറക്റ്റ് ആണെങ്കിൽ രണ്ട് ഭാഗം ബാലൻസ് ഈക്വലായി. 19,645 രൂപ ഉണ്ട്. ഇതോടുകൂടെ നമ്മൾ എന്ത് ചെയ്തു, ഈ പ്രോബ്ലം എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിളാണ് പ്രോബ്ലം ചെയ്തത്. ഇനി നമ്മുടെ ഫൈനൽ കോൽ എന്താണെന്ന് നോക്കാം. എന്താണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളതിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഇതാ
നമ്മൾ ആദ്യം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്തു കൃത്യമായിട്ട്, അതാണ് ഈ ഒരു രൂപം ആ ചെയ്തതിൻ്റെ. ഇനി നമ്മൾ പിന്നെ ചെയ്തത് എന്താണ്, പിന്നെ നമ്മൾ ചെയ്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. അതും അതിൻ്റെ ഒരു കോലം നോക്കുമ്പോൾ എന്താണ് കൃത്യമായിട്ട് ആ സർപ്ലസ് ഒക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റ് ഒന്ന് നോക്കുക. ബാലൻസ് ഷീറ്റിൻ്റെ അവസ്ഥ, ഈ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ അവസ്ഥ എങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഒക്കെ എന്ത് ചെയ്തു, ആ എല്ലാ എമൗണ്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫൈനൽ എമൗണ്ടാണ്. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് നോക്കുക. ഈ ഫ്രം ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഡ്രൈവർ സെൽഫ് 8 നമ്മളെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഹോംവർക്ക് ചെയ്യാനുള്ളതാണ്. ഡ്രൈവർ സെൽഫ് ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിങ്ങളോട് എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഡാറ്റകളൊക്കെ തന്നിട്ടുണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ എല്ലാ ഫിഗറും തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസ് ഒക്കെ തന്നിട്ടുണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് കൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്, അഡ്ജസ്റ്റ്മെൻറ്റ് അഡീഷണൽ ഇൻഫർമേഷൻ എന്താണ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് 4000 രൂപ ഉണ്ട്. അറ്റ് ദ എൻഡ് 2012 4000 രൂപ ഉണ്ട്. 2013 എത്രയുണ്ട്, 6000 രൂപ ഉണ്ട്. ഇത് 13ത്തെ ഡാറ്റ നമ്മൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ കറണ്ട് ഇയർ എത്രയാണ്, ഡിസംബർ 2013. പിന്നെ അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി പറയുന്നുണ്ട്. അതുപോലെ 2012 എന്തുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽഡ്. അതായത് ഇതിന്ന് എന്താണ്, നമ്മുടെ അടുത്ത് ബാലൻസ് ഷീറ്റ് ഇല്ല. അപ്പോൾ ക്യാപിറ്റൽ ഫണ്ട് ഉണ്ടാക്കണത്. ഇത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുമ്പ് ചെയ്ത നമ്മൾ തന്നെ ഇല്ലുസ്ട്രേഷൻ 7 ആയിട്ട് ചെയ്ത ഒരു പ്രോബ്ലം അല്ലേ, 8 or 7 ആയിട്ട് ചെയ്ത ആ ഒരു പ്രോബ്ലത്തിൻ്റെ ഡിറ്റോ സെയിം ആണ്. ഇതിലൊരു മാറ്റമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ച് ഫണ്ട് ഉണ്ട്. മാച്ച് ഫണ്ട് എന്ന് റെസിപ്റ്റ് സൈഡിലുണ്ട്, മാച്ച് എക്സ്പെൻസ് എന്ന് പേയ്മെൻറ്റ് സൈഡിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ മാച്ച് ഫണ്ട്, ആ ഫണ്ടിന് നമ്മൾ എന്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണോ പഠിച്ചിട്ടുള്ളത് ആ അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് ഇത് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് എക്സ്ട്രാ ഉള്ളത്. അപ്പോൾ മാച്ച് ഫണ്ട് 10000 രൂപ ഉണ്ട്. അപ്പോൾ നമ്മളത് മാച്ച് എക്സ്പെൻസുകൾ കുറക്കും, മാച്ചിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂട്ടും. ഈ രീതിയിലാണ് നമ്മളന്ന് പഠിച്ചത്. അത് എവിടെ എഴുതുക, ബാലൻസ് ഷീറ്റിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു എക്സ്ട്രാ സാധനം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ എന്താണ് കറക്റ്റ് അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നല്ല എഴുതിയെടുക്കുക, എന്നിട്ട് നിങ്ങൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, ഇത് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ഇത്രയാണ് ഡീറ്റെയിൽ ഉള്ളത്. ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ ഫർണിച്ചറിൻ്റെ മേലെ 20%, അതുപോലെ എക്യുപ്മെൻറ്റിൻ്റെ മേലെ 25%. ഏതെങ്കിലും അസറ്റ് പുതുതായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഫുൾ ഡിപ്രീസിയേഷനാണ് ചെയ്യാൻ പറഞ്ഞാൽ. എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് അറിയോ, സ്പോർട്സ് എക്യുപ്മെൻറ്റ് പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ട്, അത് എന്നുള്ള ഡേറ്റ് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അതിന് 5 മാസം 4 മാസം എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കണ്ട. അത് നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ത് ഫുൾ എമൗണ്ട് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതോടുകൂടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന് പഴയ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഡ്രൈവർ സെൽഫ് സ്വന്തമായിട്ട് ചെയ്യാനുള്ളതും തന്നു. ഇനി എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യും, 2 പ്രോബ്ലം കൂടെ ഇതുപോലെ ഇട്ട് തരും. അതിനുശേഷം 2 പ്രോബ്ലം നിങ്ങൾക്ക് എന്ത് ചെയ്യും, 2 or 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര നമുക്ക് എന്ത് ചെയ്യുക, ഡ്രൈവർ സെൽഫായിട്ടും ചെയ്യാവുന്നതാണ്. ഇതോടുകൂടെ ഈ ചാപ്റ്റർ 2 പ്രോബ്ലമാണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അതോടുകൂടെ ഈ ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കും. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടോട്ടൽ നിങ്ങൾക്ക് 48,500 രൂപ കിട്ടും. അതിലെ ബാലൻസിങ് ഫിഗർ നമ്മൾ എന്താ, ക്യാപിറ്റൽ ഫണ്ടാണ് കണ്ടെത്തുക. ഈ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത് 46,500 അതിലുണ്ടാവുക. ഓക്കെ. പിന്നെ സർപ്ലസ് നിങ്ങൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നതാണല്ലോ. സർപ്ലസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ചെയ്യുമ്പോൾ സർപ്ലസ് 20,330 രൂപ ഉണ്ട്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എമൗണ്ട് എത്ര ഉണ്ട്, ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 1,22,530. ഇപ്പോൾ ഇത്രയാണ് ആൻസർ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക. അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വീഡിയോ ക്ലാസ് എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്.